പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. Thank you, Jesus. கர்த்தர் உங்களுக்காக யுத்தம் பண்ணுவார், நீங்கள் சும்மா இருப்பீர்கள் என்றான். മലയാളത്തിൽ ഡിസ്പ്ലേ വർക്കിംഗ് ആണോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. യെസ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. The Lord will fight for you. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. കർത്താവ് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ, ആമേൻ, അവർ ചെങ്കടലിൻ്റെ മുന്നിൽ വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച, മിസ്രയീം ഇവരെ ആക്രമിക്കുവാൻ, ഇവരെ പിടിച്ചടക്കുവാൻ പിന്നാലെ ഓടി വരികയാണ്. ഈ ശത്രുവിനെ കണ്ട് നിലവിളിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. മോശ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യത്തെ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും പലവിധമായ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ, ശത്രുതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക്, ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർ എന്ന നിലയിൽ ദൈവത്തിൻ്റെ മക്കൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശത്രുവിനെതിരെ ദൈവം യുദ്ധം ചെയ്യും. നാം ദൈവത്തിൻ്റെ വചനങ്ങളെ ഏറ്റെടുത്ത് അനുസരിക്കുമ്പോൾ നമുക്കെതിരെ കർത്താവ് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എല്ലാവരും വായികളെ തുറന്ന് സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കണം. അടുത്തിനും കേട്ടു പറഞ്ഞ് വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യെസ്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് തൻ്റെ മക്കളെ കാക്കും. തൻ്റെ മക്കളെ കാക്കുവാൻ ദൂതന്മാരെ തന്നിട്ടുണ്ട്. ദൂതന്മാരുടെ കാവൽ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-7, 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. கர்த்தருடைய தூதன் அவருக்கு பயந்தவர்களை சூழ பாளையம் இறங்கி அவர்களை விடுவிக்கிறார். യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ആർക്കു ചുറ്റും പാളയം ഇറങ്ങുന്നു? ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവൽ ആർക്ക് കിട്ടും? ഭക്തന്മാർക്ക് കിട്ടും. ദൈവഭയമുള്ള, വചനത്തെ ഏറ്റെടുക്കുന്ന, ദൈവിക കാര്യങ്ങളെ മാനിക്കുന്ന ഭക്തന്മാർക്ക് ദൈവദൂതന്മാരുടെ കാവലുണ്ടാകും. ഹല്ലേലൂയ. കാവലുണ്ടാവുക മാത്രമല്ല, അവർക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിക്കും, കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഭക്തനായിരുന്നാൽ, ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള, ദൈവഭക്തിയുള്ള ഒരു ഭക്തനായിരുന്നാൽ ദൈവത്തിൻ്റെ വിടുതലുണ്ട്. ദൈവം അവർക്കായി തൻ്റെ ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. ഭക്തി നഷ്ടപ്പെടുമ്പോൾ ദൂതന്മാരുടെ കാവൽ നഷ്ടപ്പെടും. ദൈവഭയം നഷ്ടപ്പെടുമ്പോൾ ദൂതന്മാരുടെ കാവൽ നഷ്ടപ്പെടും. ദൈവഭക്തനായിരിക്കുമ്പോൾ ദൂതന്മാരുടെ കാവലുണ്ടാകും. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം. ഒരു ബാധയും ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. ദൈവം തൻ്റെ മക്കളെ എങ്ങനെ പരിപാലിക്കുന്നു, എങ്ങനെ കാക്കുന്നു എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിൻ്റെ ദൂതന്മാർ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങും. മാത്രമല്ല, ഒരു ഭക്തൻ്റെ വീട്ടിൽ, ഒരു ഭക്തൻ്റെ താമസ സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. വചനം പറയുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. എങ്ങനെ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്
അടുക്കുകയില്ല. ഒരു എക്സാമ്പിൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിങ്ങളെല്ലാവരും ഈ ഇടക്കാലത്ത് നടന്ന ഒരു സംഭവം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോസ് ഏഞ്ചലസ്, അമേരിക്കയിൽ ലോസ് ഏഞ്ചലസ്, കാലിഫോർണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. എത്ര പേർ കേട്ടു? ശരി, ഓക്കെ. അവിടെയുള്ള ചില സംഭവങ്ങളെ ഞാൻ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പറ്റുമെങ്കിൽ മിനിറ്റ് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമല്ലേ? ഓക്കെ. ആ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലം ഹോളിവുഡ് സിനിമയുടെ ആസ്ഥാനമാണ്. ഇന്ത്യയിലുള്ള സിനിമകളുടെ ഏറ്റവും ഹയർ ലെവൽ ടീം എന്ന് പറയുന്നത് ബോളിവുഡാണ്. എന്നാൽ ഇംഗ്ലീഷ് സിനിമകളുടെ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് ഹോളിവുഡാണ്. ഈ ഹോളിവുഡ് സിനിമകളുടെ ആസ്ഥാനം മാത്രമല്ല, ഹോളിവുഡിലെ ടോപ്പ് നടീനടന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലോസ് ഏഞ്ചലസിലെ ആ ഒരു പർവ്വതനിര, തീപിടുത്തമുണ്ടായിരിക്കുന്ന പർവ്വതനിര. ഈ സ്ഥലത്ത് ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിട്ട് അവരോട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനിടയായി. ചില നാളുകൾക്ക് മുമ്പ് അതിൻ്റെ തെരുവുകളിൽ കൂടെ നടന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലോസ് ഏഞ്ചലസ് മാനസാന്തരപ്പെടണം, നിന്നിൽ പാപം വർദ്ധിച്ചിരിക്കുന്നു, നിന്നിൽ അകൃത്യം വർദ്ധിച്ചിരിക്കുന്നു, നിന്നിലുള്ള പാപങ്ങളെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് വിളിച്ചു പറഞ്ഞു. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? യെസ്, ഒന്ന് നോക്കിക്കേ. ഒരു സിസ്റ്റർ പരിശുദ്ധാത്മ നിയോഗത്താൽ അതിൻ്റെ തെരുവുകളിലൂടെ ആ ദൈവ ശബ്ദത്തെ കേൾപ്പിക്കുന്നത് നമുക്ക് കാണാം. Speak it out loud as a warning. You think all this debauchery, all this sin is going unnoticed? You think getting drunk, smoking weed, sex before marriage, homosexuality, transgender, all of that, you think that God doesn't see it? God says it's an abomination. And the sins of the world separate us from a holy God, because the wages of sin is death, hell, forever. But Jesus came to give you life, and life abundantly. Jesus came to die on a cross, a brutal death for you and me, so you can be forgiven of your sins. And 3 days later, he rose again. He's alive and alive forevermore. So you must put your faith in Jesus Christ, the only one that... നോക്കിയേ, ഒരു ദൈവ പൈതൽ ആ തെരുവുകളിൽ നിന്ന് പാപബോധം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഹല്ലേലൂയ. ഇങ്ങനെ ഇരുന്ന് സെറ്റാവില്ല. ഞാനും നിങ്ങളും തമ്മിൽ സെറ്റാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ഇത് ഞാൻ എപ്പോഴും പറയാണ്ടി വരരുത്. നിങ്ങളങ്ങ് ഹല്ലേലൂയ പറഞ്ഞു പോകണം, സ്തുതിച്ചു പോകണം. ഓക്കെ, ഹല്ലേലൂയ. ഓക്കെ, മര്യാദയ്ക്ക് ഇരുന്നാലും ഞാൻ എഴുപ്പിച്ച് നിർത്തി നിങ്ങൾ എഴുന്നേറ്റ് ഞാൻ ഒഴിക്കും, എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കും. ഓക്കെ, ഫൈൻ. നോക്കി, ആ ലോസ് ഏഞ്ചലസിൻ്റെ തെരുവീതികളിൽ പാപബോധം കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തെ വിളിച്ചു പറയുകയാണ്. നിങ്ങളോട് ദൈവം ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? മൈ ക്വസ്റ്റ്യൻ. സെൽവൻസ് കുമാർ ബ്രദർ മാത്രമുണ്ട് അതിന് റെഡിയായിട്ട്. ആണോ? വേറെ ആരെങ്കിലും റെഡിയാണോ? ബെൽസ സിസ്റ്റർ ഉണ്ട്. ശരി, എല്ലാ കൈകളും ഒന്ന് ഒരുമിച്ച് ഉയർത്തിക്കുക. ഉയർത്തിയ കരങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ഉയർത്തിക്കുക, നോക്കട്ടെ. ഓക്കെ, ശരി. ബാക്കിയുള്ളവരും പതിയെ റെഡിയായി വരണം. കർത്താവ് നമ്മളെ ഏത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ വരണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, ഇതിങ്ങനെ സംഭവിച്ചു. പിന്നാലെ ഹോളിവുഡ് സിനിമയുടെ ഒരു അവാർഡ് ദാന ചടങ്ങ്, അതിൻ്റെ 82ാമത്തെ അവാർഡ് ദാന ചടങ്ങിൽ ഒരു നടി ദൈവത്തെ പരിഹസിച്ചുകൊണ്ട്, ദൈവത്തെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രംഗം വീണ്ടും ഉണ്ടായി. ഈ തീപിടുത്തത്തിനും 2 ദിവസം മുമ്പ് അത് സംഭവിച്ചു. ഒന്ന് കാണിച്ചത്. ഒരു അവാർഡ് ദാന ചടങ്ങിൽ, ഹോളിവുഡിന്റെ ഫംഗ്ഷനിൽ അവർ ദൈവത്തെ പരിഹസിക്കുന്ന ഒരു കാഴ്ച. But what happens next? No one saw it coming.
Welcome to the 82nd Golden Globes. ഗോൾഡൻ ഗ്ലോബ്സ് The എന്ന് night പറയുന്ന where അവാർഡ് ദാന Hollywood ചടങ്ങ്. shines brightest, but something dark hides in the shadows. As the stars celebrate their achievements, there's one name missing from their gratitude lists: God. 3 hours of glamour, laughter, and applause. Yet the creator of the universe gets 0 mentions. Mocking God. It's nothing new for Hollywood. They've done it time and time again. But just 40. അത് ഇവിടെ ഇവർ പറയുവാൻ ശ്രമിച്ച ഒരു കാര്യം, അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: വലിയ വലിയ കൊട്ടാരങ്ങൾ പോലുള്ള വീടുകൾ നമുക്കിവിടെ ഉണ്ട്. ഓരോ നടന്മാർക്കും നടിമാർക്കും എത്രയെത്ര വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ അഭിമാനിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു വാചകം കൂടെ അവർ കയറ്റി പറഞ്ഞു: ദൈവത്തിന് ഒരു വീട് പോലും ഇല്ല എന്നും കൂടെ പറഞ്ഞു. ഇന്ന നടന് 3 വീടുണ്ട്, ഇന്ന നടന് 2 വീടുണ്ട്, ഇന്ന നടിക്ക് 1 വീടുണ്ട്, പക്ഷെ ദൈവത്തിന് 0 വീടേ ഉള്ളൂ എന്ന് അവർ കയറ്റി പറഞ്ഞു. ദൈവത്തെ പരിഹസിച്ചു, ദൈവത്തെ അപമാനിച്ചു. ആ അവാർഡ് ദാന ചടങ്ങിൽ ദൈവത്തെ പരിഹസിച്ചു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു ന്യായവിധി ആ ഹോളിവുഡ് ആസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നു. നോക്കിക്കേ, ആർക്കും അണയ്ക്കുവാൻ പറ്റാത്ത വലിയ തീപിടുത്തം. വലിയ തീപിടുത്തത്തിൽ ആ നാട് മുഴുവനും കത്തി അമരുന്ന ഒരു കാഴ്ച. കിലോമീറ്ററുകൾ വലിയ തീപിടുത്തം. ചില കാറ്റുകൾ അടിക്കുന്നു, പക്ഷേ അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സിനൊന്നും അത് അണയ്ക്കുവാനേ കഴിയുന്നില്ല. ആ ലെവലിൽ തീ ആളിക്കത്തി. ഇതുപോലുള്ള ന്യായവിധികൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായി വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. സൊദോം ഗൊമോറയിൽ പാപം പെരുകിയപ്പോൾ, ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ ദൈവം അടങ്ങിയിരിക്കുന്നില്ല. ദൈവം ഇറങ്ങി വരികയാണ് ഒരു ന്യായവിധി നടത്തുവാൻ, അതിനെ തുടച്ചു നീക്കുവാൻ. നോഹയുടെ കാലഘട്ടത്തിൽ അവരുടെ പ്രവൃത്തി ദൈവത്തിന് വിരുദ്ധമായപ്പോൾ ദൈവം ഇറങ്ങി വരികയാണ് ജലപ്രളയത്താൽ സകലത്തെയും നശിപ്പിച്ചു കളയുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ന്യായവിധി ദേശങ്ങളിൽ ഉണ്ടാകും. ദൈവത്തിൻ്റെ പുത്രന്മാരെ കർത്താവ് സംരക്ഷിക്കും. ദൈവത്തിൻ്റെ ഭക്തന്മാരെ കർത്താവ് കാത്തുകൊള്ളും. ഒന്ന് പ്ലേ ചെയ്തവർ ഈ വീഡിയോയിലാണോ എന്ന് എനിക്കറിയില്ല. ഈ തീപിടുത്തത്തിനിടയിലും 8 hours later, something happened that left everyone speechless. Hollywood has a long history of pushing the envelope. Whether it's late-night jokes or outrageous speeches, some stars seem to delight in mocking God and faith. Remember the time an A-list actor said, "I'd like to thank myself because I did all the work." The room erupted in laughter, but it left a bitter taste for millions watching. But why does Hollywood have such a love-hate relationship with faith? Is it just for laughs, or is there something deeper going on? Many have warned that mocking God isn't just offensive, it's dangerous. The Bible tells us in Galatians 6:7, "Do not be deceived. God is not mocked. For whatever one sows, that will he also reap." So, could these moments on stage be sowing seeds of trouble? Could Hollywood's disregard for reverence have unintended consequences? Some believe the answer is yes, and what happened next might prove them right. The hills of Los Angeles were ablaze. ആ നടി പറയുന്ന ഭാഗം നോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിട്ടെ. വേണ്ട, ലീവ് ഇറ്റ്. സി, ഒരു നടി ഇങ്ങനെ പറയുകയായിരുന്നു. ഈ എണ്ണങ്ങളെല്ലാം ഇത്ര വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എണ്ണങ്ങളെല്ലാം പറയുകയായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ 48 മണിക്കൂറിനുള്ളിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. ദൈവം ആദ്യം തൻ്റെ മക്കളെ തെരുവുകളിൽ അയച്ചു, വിളിച്ചു പറഞ്ഞു. അവർ മാനസാന്തരപ്പെട്ടില്ല. വീണ്ടും അവർ ദൈവത്തെക്കുറിച്ചുള്ള പരിഹാസം തുടർന്നു. എന്നാൽ വലിയ ഓഡിയൻസ് കേൾക്കെ, ലക്ഷലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കെ, അവാർഡ് ദാന ചടങ്ങിൽ അവർ പരിഹസിച്ച പരിഹാസം ദൈവം അടങ്ങിയിരുന്നില്ല, മിണ്ടാതിരുന്നില്ല. എന്നാൽ ഒരു സംഭവം, ഈ കിലോമീറ്ററുകൾ തീ കത്തിപ്പടർന്ന് പിടിക്കുന്നതിനിടയിൽ ഒരു വീട്, അതിൻ്റെ കോമ്പൗണ്ട്,
അത് കത്തിയിട്ടില്ല. അതിലുള്ള ഒരു മൃഗങ്ങളോ അല്ലെങ്കിൽ ഒരു മരങ്ങളോ കത്തി നശിച്ചിട്ടില്ല. ആ വീടിന് ഒരു പോർല് പോലും ഏൽറ്റിട്ടില്ല. ആ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു പോർല് പോലും ഏൽക്കാതെ വണ്ണം കർത്താവ് കാത്തു. നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ വീട്ടുകാരെ? പിന്നെ എങ്ങനെയാ കൈയടിച്ചത്? ശരി, ഓക്കെ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അതെ, അത് നിങ്ങൾ ഓൾറെഡി ഏറ്റെടുത്തു അല്ലേ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് കിട്ടി. ശരിക്കും ആ വ്യക്തി ഒരു ദൈവഭക്തനായിരുന്നു. കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, ദൈവഭയമുള്ളൊരു വ്യക്തിയായിരുന്നു ആ കുടുംബം. ആ കുടുംബത്തെ കർത്താവ് ഒരു പോർല് പോലും ഏൽക്കാതെ വേണം കർത്താവ് കാത്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു സംഭവം നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഓഹി കാറ്റടിച്ച ടൈമിംഗ് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഉണ്ട് അല്ലേ? എൻ്റെ ഓർമ്മയിൽ ഇവിടെയുള്ള സ്ട്രീറ്റുകളിലെല്ലാം മരങ്ങൾ വന്ന് വീണ് ഇലക്ട്രിസിറ്റി ലൈൻ കമ്പികൾ ഉൾപ്പെടെ പൊട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അവിടെ പരശുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു, വാഴത്തോട്ടങ്ങൾ. എല്ലാ വാഴകളും ചരിഞ്ഞു വീണു. അത്രയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടായ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. എന്നൊരു കാര്യം അറിയാമോ? ഇവിടെ നമ്മുടെ ചർച്ച് കോമ്പൗണ്ടിൽ ധാരാളം വാഴകളുണ്ടായിരുന്നു. അവിടെ അനിയത്തിയുടെ വസ്തുവിൽ ധാരാളം വാഴകളുണ്ടായിരുന്നു. അവിടെ സുൽബറിൻ്റെ വസ്തുവിൽ വാഴകളുണ്ടായിരുന്നു. ഒരു ഇല പോലും ഒടിയാതെ കർത്താവ് ആ കാറ്റിനിടയിൽ കാത്തു. ഒരു വാഴയുടെ ഇല പോലും ഒടിഞ്ഞില്ല, ഒരു കൊമ്പ് പോലും ഒടിയാതെ കർത്താവ് കാത്തു. ദേശം മുഴുവനും കാറ്റാഞ്ഞടിച്ച് അനേക ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്നു വീഴുന്നതിനിടയിലും ദൈവം ഒരു പോർലും ഏൽക്കാതെ വേണം നമ്മുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു. കർത്താവ് തൻ്റെ ഭക്തന്മാരെ കാത്തു പരിപാലിക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും കർത്താവ് പാളയമിറങ്ങുന്നു. ഹല്ലേലൂയ. അത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുവാനല്ല, അത് അനുഭവിപ്പാൻ കർത്താവ് തൻ്റെ ഭക്തന്മാരെ വിളിച്ചിരിക്കുന്നു. അത് സ്വന്തമാക്കുവാൻ കർത്താവ് ദൈവപുത്രന്മാരെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശരി, 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന ദൈവ പൈതലിന്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ദൈവ പൈതലിന് എന്ന് പറഞ്ഞാൽ തിരുവചനത്തെ ഏറ്റെടുത്ത് വചനത്തിൻ പ്രകാരം ജീവിക്കുന്ന ദൈവ പൈതലിന് വചനം പറയുന്നു, ഒരനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നമുക്ക് എങ്ങനെ ദൈവം നമ്മളെ പരിപാലിക്കുമെന്നുള്ള കാര്യം ദൈവപുത്രന്മാരുടെ മനസ്സിൽ വേണം. ആരാണ് ദൈവപുത്രന്മാർ? 3-4 പേരുണ്ട്. 3-4 ദൈവപുത്രന്മാർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരും കൂടെ ദൈവപുത്രന്മാരായി മാറണം. ഇത് എത്ര കാലം പറഞ്ഞാലും ഒരു കാലത്തും ദൈവപുത്രന്മാർ ആവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. അത് ആരാ ദൈവപുത്രന്മാർ? കൈ ഉയർത്തി, എല്ലാവരും കൈ ഉയർത്തിയേ. എല്ലാവരും ദൈവപുത്രന്മാരാണ്. കൈ താഴ്ത്തിട്ട്. എൻ്റെ സംശയം, ഇവിടെ മന്ദബുദ്ധികളൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? ശരി, ഓക്കെ. എല്ലാവരും ദൈവപുത്രന്മാരാണ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു കോൺഷ്യസ്നെസ് വേണം. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. ആരൊക്കെയാ ദൈവപുത്രന്മാർ? ഇനി ഞാൻ എപ്പോൾ ചോദിച്ചാലും ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് വേണം. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്, ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപുത്രനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ കർത്താവ് പരിപാലിക്കും. ദൈവപുത്രന്മാർക്ക് സ്വർഗത്തിൻ്റെ സേവനമുണ്ടാകും, സ്വർഗീയ ദൂതന്മാരുടെ പരിപാലനമുണ്ടാകും, സ്വർഗീയ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ലോകത്തിനും ദൈവമക്കൾക്കും ഒരു സെപ്പറേഷൻ, ഒരു വ്യത്യാസം ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ വ്യക്തമായി കാണുവാൻ കഴിയും. അനേക അനർത്ഥങ്ങൾ ഭൂമിയിൽ വരുമ്പോൾ ഭൂവാസികൾക്ക് അയ്യോ കഷ്ടം. പക്ഷേ ദൈവമക്കൾക്ക് ഒരനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുവേ. ദൈവപുത്രന്മാരുടെ കൂടാരത്തിനൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവപുത്രന്മാരുടെ ഭവനത്തിനൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവപുത്രന്മാരുടെ ഭവനം ദൈവത്തിന്റെ മോണിറ്ററിംഗിലാണ്.
സ്വർഗത്തിന്റെ മോണിറ്ററിംഗിലാണ്. ദൈവദൂതന്മാരുടെ കാവൽ അവിടെയുണ്ട്. വലിയ പ്രൊട്ടക്ഷൻ ദൈവപുത്രന്മാർക്ക് കർത്താവ് തന്നിട്ടുണ്ട്. സ്തുതിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്ക്, വചനത്തെ അനുസരിക്കുന്ന ദൈവപുത്രന്മാർക്ക് ദൈവത്തിന്റെ വലിയ സംരക്ഷണം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സീ, നമ്മൾ എല്ലാ കാലത്തും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, കർത്താവ് നിങ്ങളെ വിടുവിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് എല്ലാ കാലത്തും പ്രസംഗിച്ചിരിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് അതാണ് ഇഷ്ടം. ചില ആളുകൾക്ക് ജീവിതകാലം മുഴുവനും 20-ാമത്തെ വയസ്സിൽ അത് കേട്ടു തുടങ്ങിയാൽ 70-ാമത്തെ വയസ്സിലും കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഇതുവരെ സൗഖ്യം കിട്ടിയില്ല, ഇതുവരെ വിടുതൽ കിട്ടിയില്ല, 50 വർഷമായിട്ടും വിടുതലും കിട്ടിയില്ല, സൗഖ്യവും കിട്ടിയില്ല, നന്മയും കിട്ടിയില്ല, വീണ്ടും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല വേണ്ടത്. ദൈവപുത്രന്മാരായി ദൈവരാജ്യത്തിൽ നമ്മൾ വെളിപ്പെട്ടെഴുന്നേൽക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരിക്കൽ നമുക്ക് അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേട്ട് ദൈവകൃപയിലായി വരാം. അത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഇറങ്ങിപ്പോകരുത്. ആ വിടുതലിനെ കാത്തു പരിപാലിച്ച് ആ വിടുതലിൽ നിന്ന് ദൈവപുത്രന്മാരായി, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനുള്ള ദൈവപുത്രന്മാരായി നമ്മൾ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത വാക്യം. കൂടാരത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അനർത്ഥം ഭവിക്കുകയില്ല. 11-ാം വാക്യത്തിൽ വചനം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ആർക്കുള്ളതാണ്? ദൈവപുത്രന്മാർക്കുള്ളതാണ്. ആരൊക്കെയാ ദൈവപുത്രന്മാർ? ഹല്ലേലൂയ. ഓക്കെ, നിന്റെ എല്ലാ വഴികളിലും, നീ പോകുന്ന വഴികളിലെല്ലാം ഒരു എസ്കോട്ട് ഉണ്ട്. എന്തുണ്ട്? എസ്കോട്ട് ഉണ്ട്. ആരുടെ എസ്കോട്ട് ഉണ്ട്? ഏഞ്ചൽസ് ഓഫ് ഗോഡിന്റെ എസ്കോട്ട് ഉണ്ട്. ദൈവദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ദൈവദൂതന്മാരുടെ മോണിറ്ററിംഗ് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിപ്പേൻ. ഈ കാര്യങ്ങൾ ദൈവപുത്രന്മാരുടെ ഹൃദയത്തിൽ ഉറപ്പ് വേണം. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവരാജ്യത്തിലാണ്, ദൈവത്തിൻ്റെ കാവൽ എനിക്കുണ്ട്, ദൈവത്തിൻ്റെ കാവൽ എൻ്റെ ഭവനത്തിലുണ്ട്, എൻ്റെ കൂടാരത്തിലുണ്ട് എന്ന ഉറപ്പ് ഹൃദയത്തിൽ ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത വാക്യത്തിൽ 12-ാം വാക്യത്തിൽ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ പുത്രന്മാരെ എങ്ങനെ വഹിക്കും? കാലുപോലും കല്ലിൽ തട്ടാതെ കയ്യിൽ വഹിക്കും. ദൈവദൂതന്മാർ ദൈവപുത്രന്മാരെ എവിടെ വഹിക്കുന്നു? ദൈവപുത്രന്മാർ ഇരിക്കുന്നത് എവിടെയാ? നിൽക്കുന്നത് എവിടെയാ? ദൈവദൂതന്മാരുടെ കൈകളിലാണ്. ഹല്ലേലൂയ. ഓക്കെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ചില ജീവിതങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചകനെ ഒരിക്കൽ സിംഹത്തിൻ്റെ കൂട്ടിൽ അടച്ചിട്ടു. രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദാനിയേൽ എന്ന ദൈവപുത്രനെ, ദാനിയേൽ എന്ന ദൈവപുരുഷനെ ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ അടച്ചിട്ടു. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിൽ അടച്ചിട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? സിംഹത്തിന് ദാനിയേലിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. രാജാവ് വന്ന് ചോദിക്കുമ്പോൾ ദാനിയേൽ പറയുന്ന ഒരു ഉത്തരം നോക്കൂ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ കൂട്ടിൽ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഏറ്റെടുക്കുന്ന മക്കൾക്ക് ദൂതന്മാരുടെ ശുശ്രൂഷ, ദൂതന്മാരുടെ സംരക്ഷണം, ദൂതന്മാരുടെ പരിപാലനങ്ങൾ ധാരാളമായി വർദ്ധിക്കും. നോക്കിക്കേ, ദാനിയേൽ പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. സിംഹത്തിന്റെ വായെ അടയ്ക്കുന്ന ദൈവദൂതൻ. ഹല്ലേലൂയ. ദാനിയേലിന് ദോഷം വരുത്തുവാൻ വരുന്ന സിംഹം, ദാനിയേലിനെ കടിച്ചു കീറുവാൻ വരുന്ന സിംഹം, എന്നാൽ അതിൻ്റെ വായെ അടയ്ക്കുന്ന ഒരു ദൂതനെ ദൈവം അയക്കും. ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. സിംഹം വന്നാൽ സിംഹത്തിൻ്റെ വായെ അടപ്പിക്കുന്ന ദൈവദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ, ദൈവദൂതന്മാരുടെ സംരക്ഷണം, ദൈവദൂതന്മാരുടെ കാവൽ തൻ്റെ മക്കൾക്കായി, ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ പുത്രന്മാർക്കായി സ്വർഗം അനുവദിച്ചിട്ടുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ.
നമ്മൾ ആരാണ് ദൈവത്തിൻ്റെ മുന്നിലെന്ന്, നമുക്ക് കർത്താവ് നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കേട്ട് നാം ദൈവത്തിന് മഹത്വത്തെ കൊടുക്കണം. നമ്മളത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുമ്പോൾ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. നമ്മുടെ ബുദ്ധിക്കും മസിൽ പവർ കൊണ്ടും പണത്തിനും ശക്തിക്കും ചെയ്യുവാൻ കഴിയാത്തത് സ്വർഗം തൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവപുത്രന്മാർക്ക് വേണ്ടി ചെയ്തു തരും, നിവർത്തിച്ചു തരും. വിചാരപ്പെടുന്നത് കൊണ്ടും കലങ്ങുന്നത് കൊണ്ടും ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ വിശ്വസിച്ച് വചനത്തെ ഏറ്റെടുത്താൽ, ദൈവപുത്രന്മാരായി ദൈവവചനത്തെ ഏറ്റെടുത്താൽ വലിയ ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടൽ, ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം, ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം ദൈവപുത്രന്മാരായ നമ്മുടെ ജീവിതത്തിലും വർദ്ധിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ദൈവദൂതന്മാരുടെ പരിപാലനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. അടുത്തിരിക്കുന്നവരെ കൈ പിടിച്ചൊരു സ്തോത്രം പറഞ്ഞ്, ഉറങ്ങുന്നവരുടെ കൈ തൂക്കിയെടുത്ത് കുലുക്കിക്കേ. ശരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ പരിപാലനം ദൈവപുത്രന്മാർക്കുള്ളത്, ലോക മക്കൾക്കില്ല. ഒരു ദൈവപുത്രനെതിരെ ഒരു സിംഹം വന്നാൽ സിംഹത്തിന്റെ വായെ അടയ്ക്കുന്ന ദൈവദൂതന്മാരെ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ദാനിയേൽ വീണ്ടും പറയുകയാണ്, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ദാനിയേലിന്റെ ശ്രദ്ധ നോക്കൂ. ദൈവത്തിന്റെ മുന്നിൽ എനിക്ക് കുറ്റമില്ല. ദൈവത്തിന്റെ മുന്നിൽ ഞാൻ എന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ എനിക്ക് അനുസരണയുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ എനിക്ക് താഴ്മയുണ്ട്. അതുകൊണ്ടാണ് ദൈവം ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ അടച്ചത്. ഹല്ലേലൂയ. അതൊരു ആത്മീക വളർച്ചയാണ്. ഒരുപക്ഷെ ദാനിയേലിന്റെ അത്ര ഒരു വളർച്ചയില്ലാത്തൊരു ദൈവ പൈതലിനെയാണ് സിംഹത്തിന്റെ കൂട്ടിലിട്ടതെങ്കിൽ ദൈവം ദൂതനെ അയക്കണമെന്നില്ല. ഒരുപക്ഷെ ആ സിംഹം അവന്റെ ശരീരത്തെ നശിപ്പിച്ചേക്കാം, പക്ഷെ ആത്മാവിൽ അവനൊരു ദോഷവും തട്ടില്ല. എന്നാൽ ദാനിയേൽ അല്പം കൂടെ വളർച്ചയുള്ളത് കൊണ്ട് ദൈവം ദൂതനെ അയക്കുവാൻ തക്കവണ്ണം ദാനിയേൽ വളർന്നതുകൊണ്ട്, ദാനിയേൽ ഒരുങ്ങിയത് കൊണ്ട് ദൈവം ദൂതനെ അയച്ചു. അത് സ്വന്തമാക്കുവാനുള്ളൊരു ഭക്തി ദാനിയേലിൽ ഉണ്ടായതുകൊണ്ട്, ദൈവവചനത്തിന്റെ ഒരു വെളിച്ചം ദാനിയേലിൽ വന്നതുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു, ക്രിസ്തുവാകുന്ന തലയോളം വളരണം. വളർച്ച കുറഞ്ഞിരുന്നാൽ ദൂതൻ വരില്ല. വളർച്ചയുണ്ടെങ്കിൽ ദൂതൻ വരും. സ്വർഗം തുറക്കും. ദൈവദൂതന്മാർ പാളയമിറങ്ങും. ദൈവദൂതന്മാർ പാളയമിറങ്ങി തൻ്റെ മക്കളെ, തൻ്റെ പുത്രന്മാരെ കർത്താവ് സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹമൊന്നും ചെയ്തില്ല. ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടത്. എന്നാൽ ദാനിയേലിനെ സിംഹത്തിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയാണ് ദൈവപുത്രന്മാരുടെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുന്നത്. ലോകത്തിന് ദോഷം വരുത്തുന്നത് ദൈവപുത്രന്മാർക്ക് ദോഷം വരുത്തുകയില്ല. ഹല്ലേലൂയ. മരണകരമായത് കുടിച്ചാലും ഹാനി വരികയില്ല. ദോഷമായുള്ളത് ദൈവമക്കളുടെ ഉള്ളിൽ തന്നാലും അവർക്കതൊരു അനർത്ഥവും വരുത്തുകയില്ല, ദോഷം വരുത്തുകയില്ല. ദോഷം വരുത്താതെ വണ്ണം കർത്താവ് തൻ്റെ മക്കളെ പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ ദൈവപുത്രനാണോ? നശിപ്പിക്കുവാൻ തക്കവണ്ണം തരുന്ന സാധനങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ച് അതിലുള്ള കേടുപാടുകളെ മാറ്റി, അതിലുള്ള ദോഷങ്ങളെ മാറ്റി കർത്താവ് അതിനെ വിശുദ്ധീകരിച്ചു തരും. ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടു, വാക്സിനുകൾ അതിൽ ധാരാളം കേടുപാടുകൾ തരുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവപുത്രന്മാരുടെ ശരീരത്തിൽ ആ വാക്സിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്സിന്റെ ദോഷങ്ങൾ ദൈവപുത്രന്മാരുടെ ശരീരത്തിൽ ബാധിക്കുകയില്ല. ദൈവപുത്രന്മാരുടെ ശരീരം ആ ദോഷത്തെ ജയിക്കും എന്ന് വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഒരു ദോഷവും ഭവിക്കുകയില്ല. മരണകരമായത് കടിച്ചാലും മരണകരമായത് കുടിച്ചാലും ഹാനി വരികയില്ല. ഈ ലെവലിൽ കർത്താവ് തൻ്റെ ജനത്തെ പരിപാലിക്കും.
സിംഹത്തിന് വായ് തുറക്കുവാൻ കഴിയുന്നില്ല. കാരണം ദാനിയേലിന് 1-ാം സ്ഥാനം ദൈവമാണ്. ദാനിയേൽ ഭക്തനാണ്. ദാനിയേൽ വചനത്തെ ധ്യാനിക്കുന്നവനാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ സമയം മാറ്റിവെക്കുന്നവനാണ്. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ദാനിയേൽ, ആ ദാനിയേലിനെ ദൈവം മാനിച്ചു. ആ ദാനിയേലിന്റെ സഹായത്തിനായി ദൂതന്മാരെ കർത്താവ് അയച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവമക്കൾ ആഗ്രഹിക്കണം, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാളുകളിൽ ദൂതന്മാർ ഇറങ്ങി വരണം. ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്കുണ്ടാകണം. അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ അത് എല്ലാവരുടെ ജീവിതത്തിലും ധാരാളമായി വർദ്ധിക്കണം. ഹല്ലേലൂയ. ശരി, മറ്റൊരു സന്ദർഭത്തിലേക്ക് നമുക്ക് പോകാം. 2 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറയട്ടെ. ഹിസ്കിയ രാജാവിനെതിരെ, ഹിസ്കിയ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിസ്കിയ രാജാവിനെതിരെ അശൂർ രാജ്യം, അസിറിയ പാളയമിറങ്ങുകയാണ്, യുദ്ധത്തിന് വരികയാണ്. ഹിസ്കിയ രാജാവ് എന്ന രാജാവ് ഒരു ഭക്തനാണ്. നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾ ഭക്തന്മാരായാൽ അവർ മുഖാന്തരം ചില സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ദേശത്തിനുണ്ടാകും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഭരണത്തിലുണ്ടെങ്കിൽ ആ ദൈവ പൈതൽ നിമിത്തം രാജ്യത്തിന്, ആ കീഴിലുള്ള ജനങ്ങൾക്ക് ഒരു പ്രത്യേകമായ ആശീർവാദം, പ്രത്യേകമായ നന്മ ഉണ്ടാകും. ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ്. ഹിസ്കിയാവ് രാജാവാണ്, പക്ഷെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ്. അവിടെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഹിസ്കിയാവിലേക്ക് വരാം. നിങ്ങളുടെ കൈകളിൽ കർത്താവ് ചില കാര്യങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവ ഭയമുള്ള ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബത്തിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. നിങ്ങളുടെ കയ്യിലൊരു ബിസിനസ്സിനെ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തെ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ നിമിത്തം അതിൻ്റെ സേവനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു ആശീർവാദം ഉണ്ടാകും, ഒരു ബ്ലെസ്സിങ് ഉണ്ടാകും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇസ്രായേൽ ജനം അബ്രഹാമിന്റെ സന്തതി. ഇസ്രായേലിൽ നിന്നും അനേക ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ വന്നു. ഇന്ന് നാം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോൾ, ഇന്ന് പല ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ, പല സാറ്റലൈറ്റ് ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ, പല ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പല അടിസ്ഥാനങ്ങളും വന്നിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്, അബ്രഹാമിന്റെ സന്തതിയിൽ നിന്നാണ്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. ഇന്ന് ജാതികൾ മുഴുവനും ആ നന്മകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സയൻസിൽ, ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യകളിൽ ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിച്ചു. എന്തു നിമിത്തം? പൂർവ്വപിതാവായ അബ്രഹാം നിമിത്തം, ഇസഹാക്ക് നിമിത്തം, യാക്കോബ് നിമിത്തം തലമുറകളിലേക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടായി. ആ തലമുറകളിലൂടെ ലോകത്തിന് മുഴുവനും ആ നന്മകൾ സ്വന്തമാക്കുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇസ്രായേലിലൂടെ ലോകം മുഴുവനും സ്വന്തമാക്കുവാൻ, ലോകത്തിന് മുഴുവനും ആ ബ്ലെസ്സിങ്സ് ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏതെല്ലാം ഏരിയയിൽ കൈവെക്കുന്നുവോ ആ ഏരിയയിൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. എന്തു ചെയ്താൽ? ദാനിയേലിനെ പോലെ നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലായിരുന്നാൽ, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദൈവ പൈതലായിരുന്നാൽ, വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ദൈവ പൈതലായിരുന്നാൽ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന ദൈവ പൈതലായിരുന്നാൽ, ഈ ഒരു ആശീർവാദവും ദൈവത്തിന്റെ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു രാജാവാണ്. ശത്രുക്കൾ പാളയമിറങ്ങിയപ്പോൾ, അയൽ രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് ഒരു ദൈവപുരുഷന്റെ അടുക്കൽ പോയി, യെശയ്യാവ് എന്ന പ്രവാചകന്റെ അടുക്കൽ പോയി. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുകയാണ്, ദൈവം യുദ്ധം ചെയ്യും, ദൈവം നിനക്കായി തൻ്റെ ദൂതനെ അയച്ച് യുദ്ധം ചെയ്യുമെന്ന് പറയുകയാണ്. എന്ത് സംഭവിച്ചു? അന്നു രാത്രി, 35-ാം വാക്യം, ആ വചനം നോക്കുവിൻ. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. നോക്കിക്കേ, എത്ര പേർ മരിച്ചു? 1,85,000 പേർ മരിച്ചു, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും യുദ്ധത്തിന് വന്ന പടയാളികളാണ്. യുദ്ധത്തിന്, ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ വന്ന പടയാളികൾ ഇസ്രായേലിന് വിരോധമായി പാളയമടിച്ച് കിടന്ന്
ഉറങ്ങുകയാണ്. രാത്രിയിൽ അവർ കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ആക്രമിക്കണം. ഈ രാത്രി സമയം ഹിസ്കിയാവ് എന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദൈവ പൈതലിനായി ദൂതൻ ഇറങ്ങുന്ന സമയങ്ങളായിരിക്കും. ഒരു ദൈവ പൈതൽ ആരാധിക്കുന്ന സമയത്ത് ആ ദൈവ പൈതലിനായി ദൂതൻ ഇറങ്ങുന്ന സമയങ്ങളായിരിക്കും. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി. ഹിസ്കിയാവിനെയും ഹിസ്കിയാവിന്റെ രാജ്യത്തെയും നശിപ്പിക്കാൻ വന്ന ശത്രുക്കളെ ദൂതൻ ഇറങ്ങി നശിപ്പിച്ചു. നോക്കിക്കേ, ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ എത്ര പേരെ കൊന്നു? 1,00,000. ഞാൻ വിചാരിക്കുന്നു അവിടെ ബാക്കി അതിനുശേഷം എണ്ണം ആൾ ഉണ്ടായിരുന്നിരിക്കില്ല. ഇനി 10 ലക്ഷം ഉണ്ടെങ്കിലും 10 ലക്ഷത്തെയും കൊന്നുകളയും. ശത്രു എത്ര വലുതായാലും ദൈവത്തിന് അതൊരു വിഷയമേ അല്ല. നിന്നിൽ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമാണ്, ശക്തനാണ്, ഉന്നതനാണ്, മഹോന്നതനാണ്. ലോകത്തിൽ വരുന്ന ഏതൊരു അനർത്ഥത്തെയും ഒരു ദൈവപുത്രൻ, ഒരു ദൈവ പൈതൽ, ഒരു ഭക്തൻ പേടിക്കേണ്ടതില്ല. ദൈവമക്കൾക്ക് പരിപാലനം കൊടുക്കുവാൻ, അഭയം കൊടുക്കുവാൻ, അവർക്കായി യുദ്ധം ചെയ്യുവാൻ ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഹിസ്കിയാവ് മനസ്സു കലങ്ങി പ്രാർത്ഥിച്ചു. ശത്രു വന്നപ്പോൾ, ദൈവമക്കളെ, നിങ്ങൾക്ക് വിരോധമായി ശത്രുക്കൾ വെല്ലുവിളിക്കുമ്പോൾ, ഭീഷണി മുഴക്കുമ്പോൾ നിങ്ങൾ കലങ്ങിയിരിക്കേണ്ട. നിങ്ങൾ ആ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. കർത്താവിനെ മഹത്വപ്പെടുത്ത്. ആ വിഷയങ്ങളിൽ കർത്താവ് ഒരു വിടുതലിനെ തരും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് കലങ്ങിയത് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. കർത്താവ് പറയുന്നു, വിചാരപ്പെടുന്നത് കൊണ്ട്, കലങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കലക്കം, നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ദുഃഖം, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ പാദത്തിൽ ആ വിഷയങ്ങളെ ഇറക്കി വെക്കുവാൻ, കർത്താവിൻ്റെ പാദത്തിൽ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ പാദത്തിൽ സ്തുതിക്കുവാൻ. എങ്കിൽ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തനായ കർത്താവ് ഉണ്ട്. നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന, ദൂതന്മാരെ അയച്ച് രക്ഷിക്കുന്ന, ദൂതന്മാരെ അയച്ച് കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവ മക്കൾക്കായി ഉണ്ട്. ദേശത്തിൽ ഒരു ദൈവ പൈതൽ ആരാധിക്കുമ്പോൾ ദേശത്തിൽ ദൂതൻ ഇറങ്ങും. ഒരു രാജ്യത്തിൽ ഒരു ദൈവ പൈതൽ ആരാധിക്കുമ്പോൾ രാജ്യത്തിൽ ദൂതൻ ഇറങ്ങും. ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ആരാധിക്കുമ്പോൾ ഭൂമിയുടെ ഏതു കോണിലും ദൈവ മക്കൾക്ക് വിരോധമായി, സഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, ദുഷ്ടന്റെ ശക്തികൾ, ദുഷ്ടന്റെ ക്രിയകളെല്ലാം ദൂതൻ ഇറങ്ങി നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ വരും ദിവസങ്ങളിൽ ടെക്നോളജീസ് വളരെയധികം ഡെവലപ്പ് ആകുന്ന നാളുകളാണ്. റോബോട്ടിക് വേൾഡിലോട്ട് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല സാറ്റലൈറ്റുകളും ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വചനത്തിൽ പറയുന്നത് പോലെ അന്തിക്രിസ്തു ഭരണമേറ്റെടുക്കുമ്പോൾ സകലതും അന്തിക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാകുന്ന ഒരു ലോക സംവിധാനത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഭ, ക്രിസ്തുവിന്റെ മണവാട്ടി സഭ, അധികാരമുള്ള ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം അധർമ്മമൂർത്തിക്ക് വെളിപ്പെടുവാൻ കഴിയുകയില്ല. രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന അധർമ്മമൂർത്തിയെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ദൈവസഭയിലുണ്ട്. ദൈവസഭയിൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ ജനം ആരാധിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വരും. പർട്ടിക്കുലർ ടെക്നോളജീസ് ദൈവസഭയ്ക്കും ദൈവത്തിന്റെ മക്കൾക്കും ഭീഷണിയാവുകയാണെങ്കിൽ ആ ടെക്നോളജീസിനെ സ്വർഗം തകർത്ത് കളയും. പർട്ടിക്കുലർ സാറ്റലൈറ്റ്സ് ദൈവസഭയ്ക്കും ദൈവജനത്തിനും പ്രതികൂലമായി, ഭീഷണിയായി പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് വരികയാണെങ്കിൽ ആ സാറ്റലൈറ്റുകളെ ദൈവത്തിന്റെ ദൂതനിറങ്ങി തകർത്ത് കളയും. ബാബേൽ ഗോപുരം കെട്ടി ഉയർത്തിയപ്പോൾ അവർക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ദൈവത്തെ കൂടാതെ അവർ ഒന്നിക്കുവാൻ നോക്കി, ദൈവത്തെ കൂടാതെ ഉയരുവാൻ നോക്കി, ദൈവത്തെ കൂടാതെ അധ്വാനിക്കുവാൻ നോക്കി. എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ദൈവം ഇറങ്ങി ഗോപുരത്തെ തകർത്തു, ഭാഷയെ കലക്കി, ജനത്തെ ചിതറിച്ചു.
ദൈവത്തെ കൂടാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വലിയ ന്യായവിധിയും വലിയ തകർച്ചയും ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും, ഈ നാളുകളിലും സംഭവിക്കും. പണത്തിൽ അഹങ്കരിക്കുന്നവർ, പദവിയിൽ അഹങ്കരിക്കുന്നവർ, മറ്റ് കാര്യങ്ങളിൽ ലോകപരമായ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ, അതൊന്നും നിലനിൽക്കുകയില്ല. ആരാധിക്കുന്ന ദൈവജനം ദൈവത്തിന്റെ മഹത്വത്തിൽ ആനന്ദിക്കുമ്പോൾ അനീതിയുടെ ശക്തികൾ, അനീതിയാൽ കെട്ടി ഉയർത്തി വെച്ചിരിക്കുന്ന പല കാര്യതകളും തകർന്നു പോകുന്ന നാളുകളിലേക്ക് ദൈവസഭ പ്രവേശിക്കുകയാണ്. യേശുവിന്റെ വരവിനായി ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് വീണ്ടും വരുമെന്ന് വചനം പറയുന്നു. കർത്താവ് വീണ്ടും വരും. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയെ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സഭയെ, ദൈവത്തിന്റെ പുത്രന്മാരെ കർത്താവ് ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വഴിയൊരുക്കുവാൻ, ഭൂമിയെ ഒരുക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ഈ ഭൂമിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടുകൂടെ ആക്കി വച്ചിരിക്കുന്നു. ഒരു ദൈവവേദൽ സ്തുതിക്കുമ്പോൾ മഹത്വം വെളിപ്പെടും. ഒരു ദൈവവേദൽ ആരാധിക്കുമ്പോൾ മഹത്വം വെളിപ്പെടും. ഒരു ദൈവവേദൽ വചനം ധ്യാനിക്കുമ്പോൾ മഹത്വം വെളിപ്പെടും. പൈശാചിക ശക്തികൾക്ക് ദൈവപുത്രന്മാരുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയുകയില്ല. ദുഷ്ട ക്രിയകൾക്ക്, അന്ധകാരത്തിന്റെ ക്രിയകൾക്ക് ദൈവസഭയ്ക്ക് മുന്നിൽ, ദൈവപുത്രന്മാരുടെ മുന്നിൽ നിൽക്കുവാൻ കഴിയുകയില്ല. സ്തുതിക്കുന്ന ദൈവമക്കൾ ജയമെടുക്കും, ആരാധിക്കുന്ന ദൈവമക്കൾ ജയമെടുക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന രാജാവ് ഹിസ്കിയാവ് ശത്രു പാളയമിറങ്ങിയപ്പോൾ കലങ്ങിയില്ല, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കൂട്ടായ്മയിലിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല, ദൈവം ദൂതനെ അയച്ചു. എത്ര വലിയ സൈന്യം ദൈവമക്കൾക്ക് വിരോധമായി പാളയമിറങ്ങിയാലും ദൈവമക്കളുടെ ഹൃദയം കലങ്ങേണ്ടതില്ല, പതറേണ്ടതില്ല. ദൂതനെ അയക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൂതനെ അയച്ച് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. നിങ്ങൾ മിണ്ടാതിരിപ്പേൻ, ഞാൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ, സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മെ സഹായിക്കുവാൻ, നമ്മെ താങ്ങുവാൻ, നമ്മെ കാക്കുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവിന് ഇഷ്ടമുണ്ട്. കർത്താവ് നമ്മെ കരം പിടിച്ച് വഴി നടത്തും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തന്നത്, വിടുതൽ തന്നത്, അനേക പ്രതികൂലങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത് ദൈവരാജ്യത്തിൽ ദൈവപുത്രന്മാരായി, ദൈവത്തിന്റെ ശക്തിയുള്ള ദൈവത്തിന്റെ മക്കളായി എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. രോഗം, അവൻ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഒരു നാൾ നിങ്ങളെ അടിമപ്പെടുത്തിയെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളെ അടിമപ്പെടുത്താതെ വണ്ണം നിങ്ങൾ ശക്തരായി എഴുന്നേൽക്കുവാൻ കർത്താവ് നിങ്ങളെ ദൈവരാജ്യത്തിൽ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ, 2 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ദൂതൻ ഇറങ്ങി എന്നൊരു കാര്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ദൂതൻ ഇറങ്ങി? യഹൂദാ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വഴിവിട്ട് മാറിപ്പോകുമ്പോഴാണ് ശത്രുക്കൾ എഴുന്നേൽക്കാറ്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെ നടക്കുമ്പോൾ ശത്രുക്കൾ എഴുന്നേൽക്കാറില്ല. അവർക്ക് സമാധാനവും സ്വസ്ഥതയും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശത്രുക്കൾ പാളയം ഇറങ്ങിയപ്പോൾ രാജാവ് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. മാത്രമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകൻ പറയുകയാണ്, ഒരു രക്ഷിത ഗണം വീണ്ടും ശേഷിച്ചിരിക്കുന്നത് കൊണ്ട്. ദാവീദ് ഗൃഹത്തിൽ, യഹൂദിയ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. അടുത്ത വാക്യം, ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും, ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. നോക്കിക്കേ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജനം നിങ്ങളിൽ നിന്ന് എഴുന്നേൽക്കും. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ആരാണ് ഈ രക്ഷിതഗണം? ആരാധിക്കുന്നവർ, സ്തുതിക്കുന്നവർ, ഭക്തിയുള്ളവർ, വചനം അനുസരിക്കുന്നവർ, വചനത്തെ മാനിക്കുന്നവർ, വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർ. അവരാണ് ഈ രക്ഷിതഗണം. അവർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. അവർക്ക് വേണ്ടി കർത്താവിന്റെ കരം ചലിക്കും.
വൈകിട്ടല്ല, അപ്പോൾ സഡനായി, ഇമ്മീഡിയറ്റ് ആയി ദൈവത്തിന്റെ പ്രവർത്തനം തന്റെ മക്കൾക്കായി, തന്റെ സഭയ്ക്കായി, രക്ഷിത ഗണത്തിനായി ദൈവത്തിന്റെ വലിയ മഹത്വങ്ങൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അടുത്ത വാക്യം, അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, ഇസ്രായേൽ മക്കളുടെ സൈന്യം ശക്തരായതുകൊണ്ടല്ല. കർത്താവ് പറയുന്നു, അവർ ഈ രാജ്യത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ എയ്യുകയില്ല. നോക്കി എന്താ പറയുന്നത്? ഒരമ്പും കൂടെ എയ്യാൻ സമ്മതിക്കില്ല എന്നാണ്. അവർ ഇങ്ങോട്ട് വരില്ല, ഒരമ്പ് എയ്യില്ല, അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടകോരുകയുമില്ല. ദൈവം ഒരു ദേശത്തെ പരിപാലിച്ചാൽ, ദൈവം ഒരു ജനത്തെ പരിപാലിച്ചാൽ ശത്രുവിന് അസ്വസ്ഥതയെയും സമാധാനത്തെയും സമൃദ്ധിയെയും ഐശ്വര്യത്തെയും അനുഗ്രഹത്തെയും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ശത്രുക്കൾ എതിരായി വരുമ്പോൾ ചിലർ പിശാചിനെ കുറ്റം പറയും. പിശാചിന് ഇടം കൊടുക്കുന്നത് കൊണ്ടിട്ടാണ് പിശാച് എഴുന്നേറ്റ് വരുന്നത്. കർത്താവിൻ്റെ ബലത്തിൽ, ആത്മബലത്തിൽ ശക്തിപ്പെടാത്തത് കൊണ്ടാണ് സാത്താൻ എഴുന്നേറ്റ് വരുന്നത്. ദൈവത്തിൻ്റെ ജനം ബലപ്പെടണം, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, ആത്മാവിൽ ശക്തരാകണം, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നടക്കണം. എങ്കിൽ എതിരായി വരുന്ന ശത്രുക്കളെ സ്വർഗം കൈകാര്യം ചെയ്യും. എതിരായി വരുന്ന ശത്രുക്കളെ ദൈവദൂതന്മാർ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. ഓക്കെ, 33-ാം വാക്യം, അടുത്ത വാക്യം, അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. യുദ്ധത്തിന് ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമായി, പടയാളികളുമായി ഇസ്രായേലിനെതിരായി വന്നിരിക്കുന്ന ഒരു സൈന്യത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, അവൻ വരില്ല. അവനിപ്പോൾ അതിർത്തിയിൽ തന്നെയുണ്ട്, ബോർഡറിൽ തന്നെയുണ്ട്. അവൻ അതിർത്തിയിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, അവൻ വരില്ല. ഒരമ്പും കൂടെ ഈ കോമ്പൗണ്ടിനകത്ത്, ഈ അതിർത്തിക്കുള്ളിൽ അവൻ എയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇതാണ് ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ മതിലുണ്ടോ മതിലില്ലേ, അത് വിഷയമില്ല. ദൈവം കെട്ടുന്നൊരു വേലി, ദൈവം കെട്ടുന്നൊരു കോട്ട, ദൈവം വരയ്ക്കുന്നൊരു വര നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടാകും. അത് കടന്നൊരു ശത്രുവിനെ വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരു ദൈവത്തിന്റെ ഭവനമായി, ദൈവത്തിന് ഒന്നാം സ്ഥാനമുള്ളൊരു ഭവനമായി, സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയും വചനവും ഉള്ളൊരു ഭവനമായി നിങ്ങളുടെ ഭവനം ഇരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ പാളയം അടിച്ച് നിങ്ങളെ കാത്തുകൊള്ളും. ഒരു ദുഷ്ടന്റെ ശക്തികൾക്കും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. ഒരനർത്ഥവും ഒരു ബാധയും ഒരു ദോഷവും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കുകയില്ല, നിങ്ങളെ തൊടുകയില്ല. നിങ്ങളെ നശിപ്പിക്കുവാൻ ശത്രുവിന്റെ കയ്യിൽ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. അത്തരത്തിൽ ദൈവത്തിന്റെ ജനം ദൈവകൃപയിൽ ബലപ്പെട്ട് എഴുന്നേൽക്കണം, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം, രൂപാന്തരങ്ങൾ സംഭവിക്കണം. ഹല്ലേലൂയ. ശത്രുവിനെ ജയിക്കുവാൻ അനുവദിക്കുകയില്ല. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ, നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടാൽ, ദൈവകൃപയിൽ ശക്തരായാൽ നമുക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരും, നമുക്ക് കർത്താവ് ജയത തരും. നമ്മുടെ ശത്രുക്കൾക്ക് വിരോധമായി സ്വർഗം യുദ്ധം ചെയ്യും, ദൈവത്തിന്റെ ദൂതന്മാർ യുദ്ധം ചെയ്യും. ശരി, അടുത്ത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം. പുറപ്പാട് പുസ്തകം എക്സോഡസ് 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇവിടെ മറ്റൊരു സംഭവം, ദൈവം തന്നെ ന്യായവിധിക്കായി ഇറങ്ങി വരികയാണ്. ബാധകൾ ദൈവത്താൽ വരുന്നു. എല്ലാ ബാധകളും പിശാചിനാലല്ല, എല്ലാ നാശനഷ്ടങ്ങളും പിശാചിനാലല്ല. ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുമ്പോൾ, അനുസരണക്കേടുണ്ടാകുമ്പോൾ, താഴ്മ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വരും. ദൈവത്തിന്റെ ജനം ദൈവത്താൽ ശിക്ഷിക്കപ്പെടും. എപ്പോൾ? അനുസരണക്കേട് കാണിക്കുമ്പോൾ, നിസ്സാരത്വം വരുമ്പോൾ. അത് പിശാചിനെ ശാസിച്ചിട്ട് കാര്യമില്ല. മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ദൈവത്തിന്റെ കോപം അവരിൽ നിന്ന് മാറിപ്പോകും. ഇവിടെ ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ കോപം ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും, എന്നാൽ
കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനത്തിന്റെ മേലൊരു മുദ്രയുണ്ട്. ആ മുദ്ര കാണുമ്പോൾ ദൈവം അനുവദിച്ച സംഹാരകൻ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഏരിയയിൽ, നമ്മുടെ കാര്യാദികളിൽ വരികയില്ല. ഹല്ലേലൂയ. ലോസ് ആഞ്ചലസിൽ ഒരൊറ്റ വീടിനെ കർത്താവ് സംരക്ഷിച്ച ഒരു കാര്യത്തെ നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ലോകം ആ ഏരിയ മുഴുവനും തീക്കിരയായപ്പോഴും ഈ കോമ്പൗണ്ടിൽ, അതിൻ്റെ കോമ്പൗണ്ട് തൊട്ടടുത്തെല്ലാം തീപിടുത്തമാണ്. ഒരു ഏരിയയിലും ഒന്നും ശേഷിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ കോമ്പൗണ്ടിനെ, ഒരു ദൈവഭക്തന്റെ കോമ്പൗണ്ടിനെ കർത്താവ് കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഇതെന്തിന് കേൾക്കുന്നു, ഇതെന്തിന് ചിന്തിക്കുന്നു? നമ്മെയും കർത്താവ് അങ്ങനെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. ഓഹി കാറ്റിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നമ്മെയും, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തെ കർത്താവ് അങ്ങനെ കാത്തു പരിപാലിക്കും. അങ്ങനെ വിശ്വസിക്കുവാൻ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കും. ഒരു ദോഷവും തട്ടുകയില്ല, ഒരനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും കൂടാരത്തിന് അടുക്കുകയില്ല. ആമേൻ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. വിശ്വസിക്കുന്ന, വചനം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് അനുഭവിക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ദൈവവേദന്റെ അടുക്കൽ അനർത്ഥങ്ങൾ വരികയില്ല എന്ന് വിശ്വസിക്കുവേൻ. ദോഷങ്ങൾ വരികയില്ല എന്ന് വിശ്വസിക്കുവേൻ. സംഹാരകൻ വരികയില്ല എന്ന് വിശ്വസിക്കുവേൻ. അതിനായി നമ്മെ വചനം ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ഈ അന്ത്യകാലഘട്ടത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിൽ സംഭവിക്കേണ്ടതുണ്ട്, സംഭവിക്കും. അനുസരണക്കേട് കൊണ്ടും പാപം നിമിത്തവും ദൈവത്തിന്റെ ന്യായവിധികൾ പല സ്ഥലങ്ങളിലും ഇറങ്ങി വരും. ദൈവപുത്രന്മാരെ കർത്താവ് കാത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ കർത്താവ് എടുത്തുകൊണ്ടു പോകും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ദൂതൻ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എടുത്തുകൊണ്ടു പോകുമെന്ന്? വിശ്വസിക്കുന്നവർക്ക് കർത്താവ് അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു സെക്കൻഡിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വേണമെങ്കിൽ ഡൽഹിയിലെത്തിയേക്കും. ആമേൻ. വിശ്വാസമുണ്ടോ? പന്നിയുടെ മുന്നിൽ മുത്തിട്ടിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ദൈവത്തിന്റെ മക്കൾ അത് ഏറ്റെടുക്കും. വിശ്വാസമുള്ള ദൈവത്തിന്റെ മക്കൾ അത് ഏറ്റെടുക്കും. വചനത്തെ മാനിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് ഏറ്റെടുക്കും. വിശ്വസിപ്പിൻ. 5 പൈസയുടെ ചെലവില്ലല്ലോ വിശ്വസിക്കാൻ. എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല. വിശ്വസിപ്പിൻ. കേൾക്കുന്ന വചനത്തെ അങ്ങനെ വിശ്വസിപ്പിൻ. മൈൻഡിൽ അങ്ങനെ ഉറപ്പിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലും കർത്താവ് മഹത്വകരമായ പ്രവർത്തനങ്ങളെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് അറിഞ്ഞുകൂടാത്ത ലെവലിൽ കർത്താവ് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ സ്പേസിനെ മാറ്റും. നിങ്ങളുടെ സ്ഥലത്തെ കർത്താവ് മാറ്റും. ടൈമുകളുടെ ലിമിറ്റേഷനെ കർത്താവ് മാറ്റും. ഡിസ്റ്റൻസിന്റെ ലിമിറ്റേഷനെ കർത്താവ് മാറ്റും. ദൈവത്തിന്റെ പുത്രന്മാരെ കർത്താവ് അങ്ങനെ നടത്തുമെന്ന് വിശ്വസിക്കുവാൻ. ഹല്ലേലൂയ. ഓക്കെ, നോക്കുക. യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. മിസ്രൈമിൽ കർത്താവ് ഇറങ്ങി വന്നത് എന്തിനാണ്? ബ്ലസ് ചെയ്യാനല്ല, അനുഗ്രഹിപ്പാനല്ല, ദണ്ഡിപ്പിക്കുവാനാണ്. പാപം പെരുകുമ്പോൾ, അനുസരണക്കേട് പെരുകുമ്പോൾ, അഹങ്കാരം പെരുകുമ്പോൾ, പരിഹാസം പെരുകുമ്പോൾ ദണ്ഡിപ്പിക്കുന്നൊരു കർത്താവ് വെളിപ്പെടും. അനുസരണയുണ്ടാകുമ്പോൾ, താഴ്മയുണ്ടാകുമ്പോൾ, വിശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ കരം വെളിപ്പെടട്ടെ. നമ്മുടെ ഓരോ ജീവിതങ്ങളിലും അനുഗ്രഹത്തിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവമഹത്വത്തിന്റെ കരം വെളിപ്പെടട്ടെ. ബുദ്ധിക്കും യുക്തിക്കും ഒതുങ്ങാത്ത കാര്യങ്ങൾ കർത്താവ് ദൈവപുത്രന്മാർക്കായി,
ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർക്കായി മക്കൾക്കുള്ള അപ്പമായി കർത്താവ് വെച്ചിട്ടുണ്ട്. നായ്ക്കുട്ടികൾക്ക് അത് പറഞ്ഞിട്ടില്ല, മക്കൾക്കുള്ള അപ്പമായി കർത്താവ് അത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പന്നിയെക്കുറിച്ചും നായയെക്കുറിച്ചും കേട്ടു. എത്ര പേർക്ക് അത് മനസ്സിലായി? മനസ്സിലായി അല്ലേ? നിങ്ങൾ ദൈവപുത്രന്മാരാണോ, പന്നിയാണോ, നായാണോ? റിയലി ആണല്ലോ. പന്നിയായിട്ടോ നായായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, ദൈവപുത്രന്മാരായി മാറണം, അനുസരണയുള്ള ആടായി മാറണം. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് കേട്ട വചനങ്ങൾ, ദൈവത്തിന്റെ പരിപാലനമെല്ലാം ദൈവപുത്രന്മാർക്കുള്ളതാണ്, പന്നിക്കും നായ്ക്കും ഉള്ളതല്ല. ദൈവത്തിന്റെ കാര്യങ്ങളെ ചവിട്ടിത്തേക്കുന്നവൻ പന്നി, ഉപേക്ഷിച്ച അശുദ്ധമായ കാര്യങ്ങളിലേക്ക് തിരികെ പോകുന്നവൻ നായ്. എന്നാൽ ദൈവം ഏൽപ്പിച്ച വിശുദ്ധമായ കാര്യങ്ങളിൽ നിലനിൽക്കുന്നവൻ ദൈവപുത്രൻ. അവൻ ആട്. അവൻ ദൈവിക കാര്യങ്ങളെ മാനിക്കും, ദൈവിക കാര്യങ്ങളെ മഹത്വപ്പെടുത്തും, അവൻ അതിൽ വസിക്കും, അവൻ ആ നന്മകൾ അനുഭവിക്കും. പന്നി ചവിട്ടിത്തേക്കും. പന്നിക്ക് മുത്തിന്റെ വില അറിയില്ല. പന്നി വിലയേറപ്പെട്ട ദൈവിക കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കും. പന്നി നിസ്സാരത്വത്തോടുകൂടെ ദൈവികമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന വചനങ്ങൾ പോലും, ഇവിടെ സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ പോലും പന്നി നിസ്സാരമായി ചവിട്ടിത്തേക്കും. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് ഒരു പേർ കഴിഞ്ഞ ദിവസം ഫോണിൽ പറയുന്നത് കേട്ടു, ഇവിടെ നമ്മുടെ ചില പ്രത്യേകമായ അനുഭവങ്ങൾ, ഞാൻ ആരാണെന്നൊന്നും വേറോട് ചോദിച്ചില്ല, എനിക്കത് അറിയുകയും വേണ്ട. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നെ വേറൊരു സ്ഥലത്ത് ആത്മാവിൽ കൊണ്ടുപോകുന്നു, ശരീരത്തിൽ കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പല വിശ്വാസികൾക്കും ഉണ്ടായി അല്ലേ? ചില വ്യക്തികൾ അതിനെ ചവിട്ടിത്തേച്ച് സംസാരിക്കുന്നതായിട്ട് എന്നോട് ഒരു ബ്രദർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് പന്നിയാണ്. അല്ലേ? അതാരാണ്? അത് പന്നിയാണ്. പന്നിക്ക് അതിൻ്റെ വില അറിയില്ല. ഞാൻ ആരാണ് അത് സംസാരിച്ചതൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കത് അറിയുകയും വേണ്ട. പക്ഷെ എനിക്കറിയാം പന്നി അതിനെ ചവിട്ടിത്തേക്കും. പന്നിക്ക് ഇങ്ങനെയുള്ള മഹത്വകരമായ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മൈൻഡ് വർക്കാവില്ല. പന്നി എപ്പോഴും വിമർശിക്കുവാൻ റെഡിയായിരിക്കും. അടുത്ത കേടുന്ന് പറഞ്ഞേ, പന്നി വിമർശിക്കും, പന്നി മുത്തുകളെ ചവിട്ടിത്തേക്കും. ദൈവപുത്രൻ ദൈവത്തിന് മഹത്വത്തെ കൊടുക്കും. ഒരു പക്ഷേ പന്നികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ഹല്ലേലൂയ. കം ബാക്ക്. നോക്കിക്കേ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ ദൈവം ന്യായവിധിക്കായി ഇറങ്ങി വരുമ്പോൾ ദൈവമക്കളെ കർത്താവ് ഒഴിവാക്കുന്നു, ദൈവപുത്രന്മാരെ കർത്താവ് ഒഴിവാക്കുന്നു. ജാതികൾക്കാണ് ന്യായവിധി, ഭൂവാസികൾക്കാണ് ന്യായവിധി. ദൈവം ചിലരെ ദണ്ഡിപ്പിക്കുവാനായി ഇറങ്ങി വരുമ്പോൾ ദൈവപുത്രന്മാരെ, രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒഴിവാക്കുന്നു. നാമം മുദ്രയിടപ്പെട്ട, ദൈവത്താൽ മുദ്രയിടപ്പെട്ട ദൈവത്തിൻ്റെ ജനമായി ശോഭിപ്പാനായി നമുക്കൊരുങ്ങാം. അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് പോകാം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് 22-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 22-ന്റെ 22 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ ഇവിടെ ഒരു സംഭവം നമുക്ക് കാണാം. ബാലാം എന്നൊരു പ്രവാചകൻ, ആ പ്രവാചകനെ ബിലയാം എന്നൊരു രാജാവ് ക്ഷണിക്കുന്നു. ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ ആ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് പോകരുത്. ബിലയാം എന്ന രാജാവ് ഈ പ്രവാചകനെ എന്തിനാണ് ക്ഷണിച്ചതാണെന്നറിയാമോ? ക്ഷണിച്ചത് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ. എന്തിനാണ്? ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ. ശപിക്കുന്ന പ്രവാചകന്മാർ, എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ശപിക്കപ്പെടും. ഇസ്രായേലിന് വിരോധമായി, ദൈവവചനത്തെ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി എതിരായി പ്രാർത്ഥിക്കുന്നവർ, എതിരായി ഡിക്ലറേഷൻസ് നടത്തുന്നവർ, എതിരായി പ്രവചിക്കുന്നവർ, എതിരായി ഇമോഷൻസിൽ ഇരിക്കുന്നവർ ദൈവത്താൽ ശപിക്കപ്പെടും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിലർ
അവരുടെ മനസ്സിൽ ഒരു ശുദ്ധീകരണം ഇല്ലാതിരിക്കെ അവരുടെ പ്രാർത്ഥനകളെയും അവരുടെ ഫീലിങ്സിനെയും ദൈവമക്കൾക്ക് എതിരാക്കി വെക്കും. ഒരു കയ്പ് എപ്പോഴും അവരുടെ മനസ്സിൽ ഇരുന്നു കൊണ്ടേയിരിക്കും. കാരണം അവരിലൊരു വിശുദ്ധീകരണവും രൂപാന്തരവും സംഭവിച്ചിട്ടില്ല. പിശാചിൻ്റെ സ്വാധീനത്തിൽ അവർ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുക. 22-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിൻ്റെ കാലിനു കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ട് അടിച്ചു. കഴുതയുടെ മുന്നിൽ ഒരു ദൂതൻ വാളൂരി പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ പ്രവാചകൻ ബിലെയാം എവിടെ പോകുന്നു? ബിലെയാം എന്ന പ്രവാചകൻ എവിടെ പോകുന്നു? ഇസ്രായേലിനെ ശപിക്കുവാൻ പോകുന്നു. ദൈവം എന്ത് പറഞ്ഞു? പോകരുത്. പക്ഷെ രാജാവിൻ്റെ മുഖം നോക്കി, പണം നോക്കി, പദവി നോക്കി പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും പോകുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അവർക്ക് വിരോധമായി ദൂതൻ നിൽക്കും. അവർക്ക് വിരോധമായി കർത്താവിൻ്റെ കരം ചലിക്കും. ദൈവം അവർക്ക് വിരോധമായിരിക്കും. പണം നോക്കി, പദവി നോക്കി ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ അഭിഷിക്തർ, അവർക്ക് വിരോധമായി ദൈവം നിൽക്കും. എന്നാൽ ദൈവമക്കൾ മനസ്സിലാക്കുക, ഇസ്രായേൽ നിങ്ങൾക്കെതിരെ ഒരു പ്രവാചകനോ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനോ ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ഡിക്ലറേഷൻസ് പറയുകയോ ചെയ്താൽ നിങ്ങൾ അതിൽ തളർന്നു പോകരുത്. ഇന്ന ആൾ പറഞ്ഞു എന്ന് തളർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തന്മാരാണെങ്കിൽ, വചനം അനുസരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ, ആ നെഗറ്റീവ് ഡിക്ലറേഷൻസ്, നെഗറ്റീവ് പ്രോഫസീസ്, ആ നെഗറ്റീവായിട്ടുള്ള ശാപങ്ങൾ അത് നിങ്ങളുടെ മേൽ ഫലിക്കുകയില്ല. എന്നാൽ അതിനായി വരുന്നവർക്കെതിരെ ദൈവം തന്റെ ദൂതനെ അയക്കും. എന്തിൽ നിന്നെല്ലാം ദൈവം തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നു? എതിർ പ്രാർത്ഥന, എതിർ പ്രവചനം, എതിർ ഡിക്ലറേഷൻസ്, എതിർ മന്ത്രവാദങ്ങൾ, എതിരായിട്ടുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, എതിരായി വരുന്ന സൈന്യം, എതിരായി വരുന്ന പോരാട്ടം, ദൈവത്തിൻ്റെ തന്നെ ശിക്ഷ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും കർത്താവ് തൻ്റെ ഭക്തന്മാരെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ നമുക്ക് ധ്യാനിച്ച് അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ഇവിടെ ഒരു രാജാവ്, ഹെരോദ് രാജാവ്, അവൻ വളരെയധികം ആർഭാടത്തോടുകൂടെ ഗംഭീരമായി വന്ന് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ജനമെല്ലാം ഇങ്ങനെ ആർത്തു. എന്താർത്തു? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഒരു രാജാവ് സംസാരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്ന പ്രവചകൾ, ജനം ആർക്കുകയാണ്, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് പറഞ്ഞാൽ രാജാവിനെ ദൈവമായി കണ്ടുകൊണ്ട് ജനം മഹത്വം കൊടുത്തു. എന്ത് സംഭവിച്ചു? ഇമ്മീഡിയറ്റ്ലി രാജാവ് അതിന് പ്രതികരിച്ചില്ല. രാജാവിന് അങ്ങനെ മഹത്വം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. രാജാവ് അതിനെ എതിർത്ത് പറഞ്ഞില്ല. രാജാവ് പറയണമായിരുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കാം, ഞാൻ മനുഷ്യനാണ്, ഞാൻ ദൈവത്തിന് തുല്യനല്ല എന്ന് പറയാമായിരുന്നു. പക്ഷെ രാജാവ് അത് പറഞ്ഞില്ല. രാജാവ് ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാത്തത് കൊണ്ട്, മറ്റുള്ളവർ രാജാവിനെ പുകഴ്ത്തിയപ്പോൾ അത് അതേപടി ഏറ്റെടുത്തത് കൊണ്ട്, ദൈവത്തിന് തുല്യമായ മഹത്വം ഒരു മനുഷ്യൻ ഏറ്റെടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? അടുത്ത വാക്യത്തിൽ, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. എന്താണ്? കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിക്കുന്ന ദൂതൻ. എന്താണ് അടിക്കുന്ന ദൂതൻ? നമ്മുടെ ഇവിടെ ഒരു ബ്രദറിന് അടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ മരിച്ചു പോയിട്ടില്ല. അതൊന്ന് ഉണർത്തുവാൻ വേണ്ടി മാത്രം. ഉണർത്തുന്ന ദൂതൻ, സംസാരിക്കുന്ന ദൂതൻ, വിളിക്കുന്ന ദൂതൻ, വഴി കാണിക്കുന്ന ദൂതൻ, ഉപദേശിക്കുന്ന ദൂതൻ, വഴി നടത്തുന്ന ദൂതൻ, ആലോചന പറഞ്ഞു തരുന്ന ദൂതൻ. പലതരത്തിൽ ദൂതന്മാർ ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ രാജാവിനെ ദൂതൻ അടിച്ചപ്പോൾ രാജാവ് മരിച്ചുപോയി. എന്ത് സംഭവിച്ചു? അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ദൂതൻ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സോദോമിൽ തീ ഇറങ്ങിയപ്പോൾ സോദോമിലെ ജനം
നശിച്ചുപോയി. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ തീ ഇറങ്ങിയപ്പോൾ അവർ ആത്മാവിൽ ശക്തരായി. ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതവർക്ക് ബ്ലെസ്സിങ് ആയിരിക്കും, അതവർക്ക് അനുഗ്രഹമായിരിക്കും. എന്നാൽ ജാതികൾക്ക്, അനുസരണം കെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതവർക്ക് താങ്ങുവാൻ കഴിയില്ല, അതവർക്ക് നാശമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിച്ചത്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തുതിക്കുന്ന ദൈവപൈതലിന് വേണ്ടി, വചനത്തെ അനുസരിക്കുന്ന ദൈവപൈതലിന് വേണ്ടി സ്വർഗം യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയിൽ മുന്നേറുന്ന ദൈവമക്കൾക്ക്, ദൈവസ്നേഹത്തിൽ മുന്നേറുന്ന ദൈവമക്കൾക്ക്, വചനത്തെ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും പാളയമിറങ്ങും. ബാധകൾ അവരെ തൊടുകയില്ല, അനർത്ഥം ഭവിക്കുകയില്ല. കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ അവരെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദാനിയേലിന്റെ അനുഭവം നാം കണ്ടു. സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ ദൈവം ദൂതനെ അയച്ചു. സിംഹത്തിന് ദാനിയേലിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഹിസ്കിയ രാജാവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവർക്കെതിരെ പാളയമിറങ്ങിയ 1,85,000 വരുന്ന പടയാളികളെ ഒറ്റ രാത്രി കൊണ്ട് ഒരു ദൂതൻ സംഹരിച്ചു കളഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം തന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നപ്പോൾ തൻ്റെ മക്കളെ കർത്താവ് ഒഴിഞ്ഞുപോയി. തൻ്റെ മക്കൾക്ക് ആ നാശം വരാതെ വണ്ണം ദേശത്തിലൊരു ന്യായവിധി വരുമ്പോൾ, ദേശത്തിലൊരു ബാധ വരുമ്പോൾ, ദേശത്തിലൊരു അനർത്ഥം ദൈവം അയക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് ഒരു ബാധയും ദോഷവും തട്ടാതെ വണ്ണം, തൻ്റെ മക്കൾക്ക് ഒരു അനർത്ഥവും ഭവിക്കാതെ വണ്ണം ദൈവം അവരെ ഒഴിഞ്ഞ് കടന്നു പോകും. എക്സാമ്പിൾ കാലിഫോർണിയ, ലോസ് ആഞ്ചലസ്. സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേലിന് വിരോധമായി ശപിക്കുവാൻ പോയ പ്രവാചകനെതിരായി ദൂതൻ നിന്നു. ഇസ്രായേലെ, ദൈവപുത്രന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ വിശ്വസ്തരായി ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി ദൈവത്തിന്റെ മക്കൾ തന്നെ നിന്നാൽ പോലും ദൈവം അവർക്കെതിരാകും. എതിർ പ്രാർത്ഥനകൾ, എതിർ മന്ത്രവാദങ്ങൾ, എതിർ പ്രവചനങ്ങൾ, എതിർ ഡിക്ലറേഷൻസ്, ഇതൊന്നും ദൈവമക്കൾക്ക് വിരോധമായി ഫലിക്കുകയില്ല. അത് ചെയ്യുന്നവനെതിരെ വാളൂരി പിടിച്ച ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ. മാനസാന്തരമില്ലാത്തത് കൊണ്ടാണ് എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. മാനസാന്തരമില്ലാതെ എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ കർത്താവിന്റെ ദൂതൻ അടിക്കും. ഹല്ലേലൂയ. മാനസാന്തരമില്ലാതെ ദൈവമക്കൾക്ക് വിരോധമായി നെഗറ്റീവ് സംസാരിക്കുന്നവരെ, പ്രത്യേകിച്ചും ആരാധിക്കുകയും എന്നിട്ട് ദൈവമക്കൾക്ക് വിരോധമായി നെഗറ്റീവ് സംസാരിക്കുന്നവരെ ഇമ്മീഡിയറ്റ്ലി സ്പോട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ അടിക്കും. ഹല്ലേലൂയ. ദൈവസഭയിൽ ഇങ്ങനെയുള്ള അശുദ്ധികൾ ഉണ്ടാകുവാൻ പാടില്ല. സ്നേഹമില്ലാത്ത, ദൈവത്തിന്റെ മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അശുദ്ധികൾ ദൈവസഭയിൽ ഉണ്ടാകുവാൻ പാടില്ല. സ്പോട്ടിലടിക്കും. അനന്യാസിനെ സഫീറയും പോലെ അവർ മരിച്ചു വീഴും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു രാജാവ്, അവൻ ജാതിയിൽപ്പെട്ടവനാണ്, അവന് ദൈവത്തെ അറിയില്ല, അവനും ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ആ രാജാവിന്റെ കീഴിൽ ദൈവപുത്രന്മാർ ഉള്ളത് കൊണ്ട് ആ രാജാവ് സ്വയമേ ഉയർത്തി ദൈവത്തിന് തുല്യമായ സ്ഥാനമെടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എന്തുകൊണ്ട് ഹെരോദ് അവനെ ദൂതൻ ഇമ്മീഡിയറ്റ്ലി അടിച്ചു എന്നറിയാമോ? അവിടെ ഒരു ദൈവത്തിന്റെ വാഴ്ച ആ ദേശത്ത് നടക്കുന്നുണ്ട്. അത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. രാജാവ് സിംഹാസനത്തിൽ ഇരുന്നാൽ മതി, രാജാവ് രാജ്യത്തിന്റെ കാര്യം നോക്കിയാൽ മതി. വാഴ്ച നടത്തുന്നത് ദൈവത്തിന്റെ പുത്രന്മാരാണ്, ഭരണം നടത്തുന്നത് ദൈവത്തിന്റെ പുത്രന്മാരാണ്. അനാവശ്യമായി ഒരു വാക്ക് സംസാരിച്ചാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരും. ലോസ് ആഞ്ചലസിന്റെ, ഹോളിവുഡിന്റെ ആ അവസ്ഥ നിങ്ങൾ കണ്ടു. ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു ദൈവത്തിന് ഒരു വീട് പോലും ഇല്ല എന്ന്. 48 മണിക്കൂറിനകം തീ ഇറങ്ങി അവരുടെ വീടുകളെല്ലാം തീക്കിരയാക്കി തീർത്തപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ ഇമ്മീഡിയറ്റ്ലി വന്നു. പണം വർദ്ധിക്കുമ്പോൾ, പദവി വർദ്ധിക്കുമ്പോൾ, പേരും പ്രശസ്തിയും വരുമ്പോൾ ദൈവത്തെ പരിഹസിക്കുവാൻ നാവ് ചലിപ്പിക്കരുത്. പ്രത്യേകിച്ചും ദൈവസഭയ്ക്കുള്ളിൽ നിസ്സാരമായി സംസാരിച്ച് ദൈവത്തിന്റെ അടി വാങ്ങി പിടിക്കരുത്. ഇമ്മീഡിയറ്റ്ലി സ്പോട്ടിൽ അടി കിട്ടും. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ദൈവപുത്രന്മാരോട്, ദൈവസഭയോട് കളിക്കുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്. വളരെ സൂക്ഷിച്ച് ദൈവ ഭയത്തോടുകൂടെ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ അഭിഷിക്തരുടെ അടുത്ത് നിൽക്കുവാൻ പാടുള്ളൂ. ഏലിയാവ് എന്ന ഭക്തനെ നോക്കുക. ഏലിയാവിന്റെ അടുക്കൽ എതിരായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ ഇമ്മീഡിയറ്റ്ലി തീയിറങ്ങും. എലീശയെ നോക്കുക. പരിഹസിച്ചുകൊണ്ട് വരുന്നു. കാട്ടിൽ നിന്നും കരടി ഇറങ്ങി വന്ന് അവരെല്ലാം വലിച്ചു കീറിക്കളയുന്നു. ഇമ്മീഡിയറ്റ്ലി അനർത്ഥങ്ങൾ ഉണ്ടാകും.
ദൈവപുത്രന്മാരെ പരിഹസിച്ചാൽ, ദൈവപുത്രന്മാരെ ആക്ഷേപിച്ചാൽ, ദൈവപുത്രന്മാർക്ക് വിരോധമായി നാവ് ചലിപ്പിച്ചാൽ, ദൈവപുത്രന്മാർക്ക് വിരോധമായി കരം ചലിപ്പിച്ചാൽ, ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവസഭ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിസ്സാരമായി എന്തെങ്കിലും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. കാലങ്ങൾ കഴിയുന്നു, ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നു, കൃപയുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നു. ന്യായവിധിയുടെ കാലഘട്ടത്തിലേക്ക് ദൈവസഭ പ്രവേശിക്കുകയാണ്. സഭയുടെ വാഴ്ചയുടെ കാലഘട്ടത്തിലേക്ക് ദൈവസഭ പ്രവേശിക്കുകയാണ്. കൃപയുടെ കാലം കഴിഞ്ഞു പോകുന്നു, ന്യായവിധിയുടെ കാലഘട്ടം, ദൈവസഭയുടെ വാഴ്ചയുടെ കാലഘട്ടത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുമ്പോൾ ദൈവപുത്രന്മാർ വചനത്തിന്റെ വെളിച്ചത്തിൽ നടന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശക്തരായി എഴുന്നേറ്റ് ദൈവത്തിന്റെ മഹത്വത്തെ കൊണ്ടുവരുവാനൊക്കെ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കേട്ട വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം. Thank you, Jesus.